ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ശാസ്ത്രീയ നടപടികൾ ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് പരാതിയിൽ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാടാണ് പരാതി നൽകിയത്. 2017 മുതൽ 2024 വരെയുള്ള 8 വർഷത്തിനിടെ കേരളത്തിൽ 817 പേർ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും കഴിഞ്ഞ 5 മാസത്തിനിടയിൽ മാത്രം 25 പേർക്ക് ജീവൻ നഷ്ടമായതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മലയോര കാർഷിക മേഖലകളിൽ വന്യമൃഗങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരാജയപ്പെടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. അഭിവാദ്യങ്ങൾ. 2017 മുതൽ 2024 വരെയുള്ള കാലയളവിൽ മാത്രം കേരളത്തിൽ 817 പേരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടത്. അതുപോലെ നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 5 മാസം കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി, കടുവ തുടങ്ങിയവയുടെയൊക്കെ ആക്രമണത്താൽ കേരളത്തിൽ 25 പേരാണ് കൊല്ലപ്പെട്ടത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കുവാനുള്ള അവകാശം അത് ഇവിടെ അവഗണിക്കപ്പെടുകയാണ്, നിഷേധിക്കപ്പെടുകയാണ്. വന്യമൃഗശല്യം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജനവാസ മേഖലയിൽ അതുപോലെ തന്നെ മലയോര മേഖലയിലൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ജീവിക്കുവാനുള്ള അവകാശം അത് ഭരണകൂടം അവിടുത്തെ പൗരന്മാർക്ക് ഉറപ്പു നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന് വെൽഫെയർ പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കടുവ, കാട്ടുപന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ കടുവയ്ക്കെതിരെ ഇവിടെ വനംവകുപ്പ് കേസെടുക്കുമോ? ഇല്ലല്ലോ. അത്തരത്തിൽ അത് പ്രകൃതിയുടെ ഇടപെടലാണ് എന്ന് പറയും. പക്ഷെ ഒരു കാട്ടാന ഒരാളെ ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ കാട്ടാനയ്ക്കെതിരെ ഒരു നടപടിയുമില്ല. പക്ഷേ കാട്ടാനയെ വെടിവെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ജാമ്യം പോലും നിഷേധിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുവിടുന്ന അവസ്ഥയാണ്. അപ്പോൾ വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നത് വന്യമൃഗ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതൊക്കെ നിയമങ്ങൾ കാലാകാലങ്ങളിലൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്, അത് തിരുത്തേണ്ടതുമാണ്. മനുഷ്യന് ജീവിക്കുവാനുള്ള അവകാശം അത് വകവെച്ച് കൊടുക്കണം. അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് വെൽഫെയർ പാർട്ടി മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുള്ളത്. അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് CCV.